ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഇപ്പോൾ രാവിലെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി ഉണ്ടായ ഒരു സന്തോഷകരമായ ഒരു സംഭവത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ്. ഞങ്ങളൊരു സിനിമ 24-ാം തീയതി റിലീസാവുന്ന കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. സഞ്ജു കൃഷ്ണ ആൻഡ് അക്ഷയ് കാപ്പാടൻ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള, അക്ഷയ് കാപ്പാടൻ എഴുതി രചിച്ച് സംവിധാനം ചെയ്യുന്ന ഒരു സിനിമ അലീന. KL ബ്രോ ബിജു ഋത്വിക് എന്ന് പറയുന്ന ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ യൂട്യൂബർ, മലയാളിയായിട്ടുള്ള കണ്ണൂരുകാരനായിട്ടുള്ള KL ബ്രോയുടെ ചാനലിലൂടെയാണ് ലോകത്തെമ്പാടുമുള്ള മലയാളികൾക്ക് സൗജന്യമായി കാണാൻ പറ്റാവുന്ന രീതിയിൽ ഈ സിനിമ റിലീസ് ചെയ്യപ്പെടുന്നത്. സിനിമയുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ പറയുന്നതിൻ്റെ ഭാഗമായിട്ട് ഡയറക്ടർമാരിൽ ഒരാളായിട്ടുള്ള നമ്മുടെ അക്ഷയ് കാപ്പാടൻ കഴിഞ്ഞ രാത്രി ഒരു യൂട്യൂബ് ലൈവ് വന്നിരുന്നു. യാദൃശ്ചികമായിട്ടല്ല, അദ്ദേഹത്തിൻ്റെ ഞാൻ യൂട്യൂബ് ലൈവിൽ വരുന്നുണ്ട് എന്നുള്ള യൂട്യൂബിൽ അദ്ദേഹത്തിൻ്റെ പരസ്യം ഞാൻ കണ്ടിരുന്നു, അറിയിപ്പ് ഞാൻ അറിഞ്ഞിരുന്നു. അപ്പോൾ ലൈവിൽ അദ്ദേഹം 8 മണിക്ക് ലൈവ് പറഞ്ഞ ലൈവ് 8 മണിക്ക് തുടങ്ങി. പിന്നെ ഞാൻ സ്കൂളിൽ നിന്ന് വന്നിട്ട് കുറേ കാര്യങ്ങൾ, 1-2 കാര്യങ്ങളൊക്കെ കഴിഞ്ഞൊന്ന് ഇങ്ങനെ നോക്കുന്ന സമയത്ത് 8:55 മറ്റോ ആയിട്ട് ഞാൻ നോക്കുമ്പോൾ അപ്പോഴാണ് എനിക്കത് ഓർമ്മ. പെട്ടെന്ന് ഞാൻ ഇതിൽ കയറി നോക്കുന്ന സമയത്ത് അദ്ദേഹം അങ്ങനെ ലൈവ് പോയിക്കൊണ്ടിരിക്കുക. സിനിമയുടെ വിശേഷങ്ങൾ മുഴുവനായിട്ട് പറയുന്നത് ഡിസ്ക്ലോസ് ചെയ്യുന്നില്ലെങ്കിലും ആ ഷൂട്ടിംഗ് ലൊക്കേഷനിലുണ്ടായിട്ടുള്ള എക്സ്പീരിയൻസസിനെ കുറിച്ച് അദ്ദേഹം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതിനിടയിലാണ് ഞാൻ ഇവിടെ ഉണ്ട് എന്നുള്ളത് കാണിച്ചു കൊടുത്തത്, പറഞ്ഞത് ഒരു മെസ്സേജിലൂടെ. ആ സമയത്തുണ്ടായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പ്രഷൻ എന്താണെന്ന് നോക്കാം. ഓക്കെ. ഞാനും കൂടി ബൈക്കിൽ പോകുമ്പോൾ ഹായ് ബിജുമാഷ് വന്നിട്ട്, ബിജുമാഷ് ഒരു അടിപൊളി റോൾ ചെയ്യുന്നുണ്ട് നമ്മുടെ സിനിമയിൽ. ലത്തീഫ് എന്ന് പറഞ്ഞിട്ട് അടിപൊളി റോളാണ്. ബിജുമാഷ് അടിപൊളി കലാകാരനാണ്, അടിപൊളി ടാലൻ്റുള്ള ഒരു കലാകാരനാണ്. ഒരുപാട് സിനിമകൾ ബിജുമാഷ് കാത്തിരിക്കുന്നുണ്ട്. ഞാനൊരു സിനിമയില്ലെങ്കിലും എൻ്റെ സിനിമയിൽ, ഈ സിനിമയിൽ അഭിനയിച്ച, എൻ്റേതല്ല നമ്മളെ സിനിമയിൽ അഭിനയിച്ച ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് ഭാവിയുണ്ട്. അപ്പോൾ അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്. അത് കേട്ടപ്പോൾ സന്തോഷം തോന്നി. ബാക്കിയൊക്കെ തീരുമാനിക്കേണ്ടത് കാണുന്ന ആളുകളും ഒക്കെയാണ്. എത്ര ചെറിയ വേഷമാണെങ്കിലും അതിനകത്ത് ഒരു സ്പേസുള്ള കഥാപാത്രമാണെന്നാണ് വിശ്വസിക്കുന്നത്. ബാക്കി സിനിമ വലിയ സിനിമയാണ്. തിയേറ്ററും OTT ഒന്നുമല്ല, യൂട്യൂബിൽ എല്ലാ ജനസാമാന്യത്തിന്, സാധാരണക്കാർക്ക്, ലോകത്തെമ്പാടുമുള്ള മലയാളികൾക്ക് പിന്നെ വലിയ ചിലവില്ലാതെ കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്ലാറ്റ്ഫോമിലാണ് അത് ഇറങ്ങുന്നത്. യൂട്യൂബ് എന്ന് പറയുന്നത് ഏറ്റവും, ഞാൻ മനസ്സിലാക്കുന്നത്, സോഷ്യൽ മീഡിയയിൽ ഏറ്റവും വലിയതും ബൃഹത്തായതും ജനകീയമായതുമായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഒരുപാട് സിനിമകൾ യൂട്യൂബിലും റിലീസാവുന്നുണ്ട്, കാണണം. അക്ഷയ് കാപ്പാടൻ ഡയറക്ടർ പറഞ്ഞ നല്ല വാക്കുകൾക്ക് നന്ദി. അലീന ടീമിന് എല്ലാവിധ ആശംസകളും അറിയിക്കുന്ന. സിനിമ നല്ലൊരു നല്ല അഭിപ്രായത്തോടു കൂടി വലിയൊരു വിജയമാവട്ടെ. തുടർന്ന് അദ്ദേഹത്തിൻ്റെ സിനിമാ യാത്രയ്ക്ക് എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. നമ്മളെപ്പോലെയുള്ള എളിയ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് നന്ദി. ആ സിനിമ ഒരു ആഗ്രഹത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടൊക്കെ അഭിനയിക്കുന്നതാണ്, അല്ലാതെ വേറെ ഒന്നും ഇതൊരാഗ്രഹം, ജീവിതത്തിൽ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളുടെയൊക്കെ ഭാഗമായിട്ടാണ് ഈ തരത്തിലുള്ള കലാരംഗങ്ങളിൽ നമ്മൾ. അപ്പോൾ എല്ലാവരുടെയും അനുഗ്രഹങ്ങൾ ഉണ്ടാവണം, പ്രാർത്ഥനകൾ ഉണ്ടാവണം. സിനിമ 24-നാണ് റിലീസ്. അപ്പോൾ സംവിധായകൻ പറഞ്ഞ നല്ല വാക്കുകൾക്ക് ഒരുപാട് നന്ദി. ബാക്കി പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത്, അല്ലേ? അപ്പോൾ ശരി കേട്ടോ. ഓക്കെ, പിന്നെ വേറെ ഒരു വീഡിയോ ആയിട്ട് വരാം.